അഡ്രീന വീട് എവിടെയാ? കാടാമ്പുഴ. അഡ്രീന അവിടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാൻ പറയോ മോളെ? നല്ലോണം കുറച്ചോളൂ, റേഡിയോയുടെ വോളിയം വെക്കണ്ട, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞോളൂ. ഓക്കെ. അപ്പം അഡ്രീന മോള് ആദ്യമായിട്ട് വിളിക്കുകയാണോ റേഡിയോയിലേക്ക്? ആദ്യമായിട്ട് വിളിക്കുകയാണ്. എത്രയില് പഠിക്കുകയാണ്? 3ലാണ് പഠിക്കുന്നേ. ഏത് സ്കൂളാ? കാടാമ്പുഴ. കാടാമ്പുഴയാണോ കാടമ്പുഴ? കാടാമ്പുഴയാണല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പം അർജുനേന വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മേമയുണ്ട്. അങ്ങനെ എല്ലാരും ഉള്ളൊരു ചെറിയ വലിയ ഫാമിലി ആണല്ലേ? ഓക്കെ. അപ്പം അഡ്രിയന്റെ മോൾക്ക് സദ്യയില് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഏതാ? പായസവും പപ്പടവും. അതിലെന്ത് ചോദ്യമുള്ളൂ ചേച്ചി അല്ലേ? അത് കഴിഞ്ഞിട്ട് പായസവും പപ്പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി എന്തും. അതിൽ ഉദ്ദേശിച്ചേ. ഓക്കെ. അപ്പം അഡ്രിനേന്റെ മോളെ, ഹലോ, അഡ്രിനേന്റെ മോൾക്കും അതുപോലെ തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഇനിയും വിളിക്കണേ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിരുന്നത് അഡ്രിനേനയാണ്. അഡ്രിനേന ആദ്യമായിട്ടാണ് റേഡിയോയിലേക്ക് വിളിക്കുന്നത് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ അഡ്രിനേന മോൾക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മെസ്സേജുകളിലേക്ക് പെട്ടെന്ന് കിടക്കാന്ന് തോന്നുന്നു. മെസ്സേജ് എന്ന് പറയുന്നത്, യെസ്, മെസ്സേജ് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയാറില്ലേ, ഇങ്ങനെ മെസ്സേജ് വായിക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സ്റ്റക്ക് വരും. അങ്ങനെ ഒന്നിങ്ങനെ ഹോൾഡ് ആയി പോകും. എന്താണെന്ന് അറിയില്ലേ. യെസ്, മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ് വർഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഗുഡ് മോർണിംഗ്. ഉഷ ചേച്ചിയുടെ മെസ്സേജ് ആണ്. ഉഷ ചേച്ചിക്കും വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉഷ ചേച്ചിക്കും ഓണാശംസകൾ കൂടി അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ് ഇതാണ്. ഹായ് വർഷ ചേച്ചി, ഞാൻ കണ്ണടച്ച് കണ്ടുപിടിക്കുന്ന വിഭവങ്ങൾ അവിയലും പായസവുമാണ്. പായസം എന്നാൽ പാലട പായസം. അഹല്യ റേഡിയോ കേട്ടുകൊണ്ടത്